എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണുള്ളത്. നമ്മൾക്കറിയാം, എസ് ജ്യോതി ചെയർമാനും അതുപോലെ തന്നെ വി നാരായണൻ വൈസ് ചെയർമാനുമായ കാലഘട്ടത്തിലാണ് പയ്യന്നൂരിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒക്കെ അവരെടുത്ത് ആ ഒരു കാലഘട്ടം പയ്യന്നൂരിന്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയ പ്രോജക്റ്റുകളുടെ ആരംഭത്തിന്റെ മുന്നോടിയായിട്ടാണ് സ്ഥലം ഏറ്റെടുത്തത്. അത് ഒന്ന് ഈ കാണുന്ന ഭാഗമാണ് സ്റ്റേഡിയത്തിന്റെ സ്ഥലം. അതിന് തൊട്ടിപ്പുറത്താണ് പുതിയ ബസ് സ്റ്റാൻഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലം, അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ സ്ഥലം ഏറ്റെടുത്തത്. അത് ഏകദേശം നമ്മൾക്കറിയാം 27 വർഷമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ എന്നാ പറയുന്ന സ്വപ്ന പദ്ധതി ആരംഭിച്ചിട്ട് അതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ചില പ്രവർത്തികൾ ഇവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ബസ് സ്റ്റാൻഡും പരിസരവും ആ സ്ഥലങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വലിയ റോഡ്, ആ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. വലിയ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിയേറ്റർ കോംപ്ലക്സ് ആണ് കാണുന്നത്. അതിന്റെ പണി എപ്പം പൂർത്തിയാവും, എപ്പോൾ തുറക്കും എന്നതിനെ കുറിച്ചൊന്നും അറിയില്ല. പയ്യന്നൂരിൽ ഓരോ പദ്ധതികളും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് നമ്മൾ നെഗറ്റീവായ ഒരു സംവിധാനത്തിലേക്ക് അല്ല പോകുന്നത്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നാളെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുകയാണ്, പയ്യന്നൂർ MLA TI മധുസൂദനന്റെ അധ്യക്ഷതയിൽ. ആ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണുക, ഇതാണ് റോഡ്. പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന, നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മുടെ സ്റ്റേഡിയം വഴി വരുന്ന റോഡ് മാവിച്ചേരി കണ്ടങ്ങാളിലേക്ക് പോകുന്ന റോഡാണ്, അങ്ങോട്ട് പോകുന്ന റോഡ്. അതിന്റെ കണക്ഷൻ ആയിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വലിയ സൗകര്യമുള്ള റോഡ്. ഈ റോഡൊക്കെ വലിയ രീതിയിൽ സ്ഥലമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് റോഡൊക്കെ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇതിന് സ്ഥലം ഒക്കെ വിട്ടുകൊടുത്തത് സൗജന്യമായിട്ട് 3 ഏക്കറോളം സ്ഥലം, എന്റെ മനസ്സിൽ നിന്നാണ് പറയുന്നത്, ഒരുപാട് കാലമായതുകൊണ്ട് മനസ്സിൽ നിന്ന് പറയുന്നത്, ഏകദേശം 3 ഏക്കറോളം സ്ഥലം നമ്മുടെ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ അതുല്യ കോളേജ്, അത് പിന്നെ MN രാഘവൻ എന്ന് പറയുന്ന കോളേജിന്റെ ഉടമയൊക്കെ ആയിരുന്നു MN രാഘവൻ വിട്ടു നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പയ്യന്നൂരിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഒരു പുതിയ ബസ് സ്റ്റാൻഡ്. പഴയ ബസ് സ്റ്റാൻഡിന്റെ പരാധീനതകളെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മുടെ പയ്യന്നൂർ ടൗണിന്റെ പരാധീനതയെ കുറിച്ച് നമ്മൾക്ക് നന്നായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യമില്ല, അതുപോലെ തന്നെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് മൊത്തത്തിൽ. അങ്ങനെ വരുന്ന സമയത്താണ് പയ്യന്നൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു വലിയ ബസ് സ്റ്റാൻഡ്, നല്ല അത്യാധുനിക സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് സൗജന്യമായി അത് ലഭ്യമാക്കിയിട്ട്, ഇതിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ ഈ MN രാഘവൻ എന്ന് പറയുന്ന ആളുടേതാണ്. അദ്ദേഹം ഒരു സമ്പന്നനായ ഒരാളാണ്. അദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഒക്കെ ഇതിന് പിറകിലുണ്ടാവും. എന്നാൽ പോലും അദ്ദേഹം സൗജന്യമായിട്ടാണ് 3 ഏക്കറോളം, ഞാൻ മനസ്സിൽ നിന്നാണ് പറയുന്നത്, അത് വേണമെങ്കിൽ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം, നമ്മൾക്ക് പിന്നീടുള്ള തുടർ വാർത്തയിൽ അതിന്റെ കൃത്യമായ കണക്ക് പറയാം. അത്രയും സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അതിലേക്ക് വലിയ റോഡ്, ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് ആണ് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ആ റോഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വലിയൊരു സ്വപ്ന പദ്ധതി ഏകദേശം 30ഓളം വർഷം, ഏകദേശം 27 വർഷം, നമ്മൾക്ക് 3 പതിറ്റാണ്ടോളമായി ആ ഒരു സ്വപ്ന പദ്ധതി. അതിൻ്റെ ഇടയ്ക്ക് 27 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അത്രത്തോളമായി ആ പദ്ധതി ഇങ്ങനെ ഇഴകിയിട്ട് അതിന്റെ 1ാം ഘട്ടം നിർമ്മാണ പ്രവർത്തി നടന്നു. ഇതിന്റെ നാളെയാണ് ഇതിന്റെ പ്രവൃത്തിയുടെ 2ാം ഘട്ട നിർമ്മാണം നടക്കുന്നത്. അതിലേക്ക് ആണ് നമ്മൾ 1ാം ഘട്ടം എടുത്ത നിർമ്മാണ പ്രവൃത്തി. നമ്മൾക്ക് അവിടെ ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു നിർമ്മാണ പ്രവൃത്തി, അതിനെക്കുറിച്ച് പലപ്പോഴായിട്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. ഈ ഒരു കാര്യം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുക. ഒരുപാട് നല്ല സൗകര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ കൃത്യസമയത്തൊക്കെ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ പയ്യന്നൂരിന്റെ വികസന കുതിപ്പ് വലിയ രീതിയിൽ തുടരുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പദ്ധതി
കൊണ്ടുവന്നതെങ്കിലും ഇത് കേസ് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇച്ഛാശക്തിയുടെ ഒരു കുറവ്. പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിൽ മെല്ലെ പോക്ക് നയം സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പരാതികൾ ഉണ്ടായിരുന്നു, വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാര് കോൺഗ്രസ് നേതാവ് എ പി നാരായണന്റെ നേതൃത്വത്തിലൊക്കെ പരാതി നൽകിയിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കാം. അതിൽ ആ ഒരു പാർട്ടി നേതാവിനുള്ള ചില അഭിപ്രായങ്ങളായിരിക്കാം. അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ കേസ് ഉണ്ടായിരുന്നു. എന്ത് പരാതിയും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ മുറിച്ചു കടക്കാൻ പിന്നെ നമ്മുടെ ഭരണ നേതൃത്വത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എ പി നാരായണന്റെ പേരിൽ മാത്രം വെച്ച് ചാർത്തിട്ട് ഇതിൽ നിന്നൊക്കെ പിന്നെ കൈ കഴുകാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ശരിയല്ല. പിന്നെ തെറ്റായ രീതിയിലുള്ള കേസ് കൊടുക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിനോടും യോജിപ്പില്ല. ഏതായാലും നമ്മൾക്ക് ഒന്ന് പറയാൻ വേണ്ടി കഴിയും. കണ്ടില്ലേ നിങ്ങൾ, ഒന്നാം ഘട്ട നിർമ്മാണത്തിൽ പിന്നെ ഇവിടെ നിർമ്മിച്ച അതെല്ലാം തുരുമ്പെടുത്തു പോയി. ഈ റോഡ് നിർമ്മാണം അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പൊതുപണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏതായാലും ഇതൊക്കെ തുരുമ്പെടുത്തു പോയി. ഇതൊക്കെ ഇനി എങ്ങനെ ഉപയോഗിക്കും, എന്താണ് ഇവരുടെ പ്രോജക്റ്റ് ഒന്നും അറിയില്ല. നമ്മളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഒരു കാര്യങ്ങളും വ്യക്തമാക്കിയിട്ട് പ്രവർത്തകർ എന്ന് പറയുന്നവര് നമ്മുടെ നാടും അതുപോലെ തന്നെ ഭരണാധികാരികളും ഇടക്കുള്ളൊരു പാലമാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തന്നെ പിന്നെ മാധ്യമപ്രവർത്തകരാണ് ഭരണ സംവിധാനത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് പൊതുസമൂഹത്തെ അറിയിക്കുക. എന്നാൽ പലപ്പോഴും പച്ചവെളിച്ചത്തിന് പോലുള്ള മാത്രമല്ല മറ്റു പല മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പൊതുവായ അഭിപ്രായം, നമ്മുടെ ജനപ്രതിനിധികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ അഭിസംബോധന ചെയ്യാറില്ല. അവരോട് ചോദിച്ചാൽ തന്നെ കൃത്യമാക്കാൻ അവർ തയ്യാറാവാറില്ല എന്നുള്ള ഒരു രീതിയുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പം ഈ പ്രൊജക്ടിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ എനക്കേതായാലും ഇല്ല. അത് പറയുന്നതിൽ ഒരു പ്രയാസവും ഇല്ല. ഇതിന്റെ ഈ പ്രൊജക്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട, പഴയ രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ്. കാരണം നമ്മളെ ബസ്സിന്റെ എണ്ണം കുറഞ്ഞു. നമ്മൾക്ക് പയ്യന്നൂരിൽ തന്നെ ഒരു കാലത്ത് 300-ലേറെ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പരിമിതമായ ബസ്സുകൾ മാറി. അതുപോലെ തന്നെ പൊതുഗതാഗതത്തിൽ ബസ്സിന്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം സന്ദർഭത്തിൽ ഈ ബസ് സ്റ്റാൻഡ് പഴയ ഒരു അർത്ഥത്തിൽ ഈ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ മാത്രം ഒതുങ്ങാതെ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു പയ്യന്നൂരിന്റെ ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് ഈ പ്രദേശം മാറ്റാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത് എന്നാണ് പച്ചവെളിച്ചത്തിന് ഒരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം ബസ് സ്റ്റാൻഡ് വേണം, അതോടൊപ്പം തന്നെ ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് ഈ പ്രദേശത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇത് പെരുമ്പ തോടാണ്. അതിനപ്പുറത്തെ നമ്മൾ പെരുമ്പ പുഴയാണ്. ഇതിലൂടെ ഒരു റോഡ് പുഴ മുറിച്ചു കടന്ന് നമ്മുടെ എടാട്ട് ഭാഗത്തേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന യാത്രാ സൗകര്യങ്ങള്, അതിന്റെ ഗുണങ്ങള് കുറേയും കൂടെ മെച്ചപ്പെടും എന്നുള്ള കാര്യം. കാരണം എന്താ വെച്ചാല് നമ്മൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ മാത്രമല്ല ടൗൺ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പൊ പുതിയ പയ്യന്നൂരിലെ ടൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മെയിൻ ടൗൺ എന്ന് പറയുന്ന ഭാഗം, പഴയ സ്റ്റാൻഡ് അടക്കമുള്ള ഭാഗങ്ങള് കടകളുണ്ട് എന്നല്ലാതെ കച്ചവടമില്ല. എന്നാൽ സമീപ പ്രദേശങ്ങളിലേക്ക് കേളോത്തേക്കും അതോടൊപ്പം തന്നെ പെരുമ്പയിലേക്കും അതുപോലെ തന്നെ കണ്ടോത്തേക്കും കോത്തായിമുക്കിലേക്കും ടൗൺ വികസിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തില് ഇതൊരു ടൗൺഷിപ്പ് ആക്കിയിട്ട് മൊത്തത്തിൽ ഇവിടെ നമ്മുടെ ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലിഷർ ടൈം ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യം, അതുപോലെ തന്നെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരു മൾട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഗുണകരമായിരിക്കും എന്ന അഭിപ്രായമാണ് പച്ചവെളിച്ചത്തിനുള്ളത്. ഏതായാലും നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സങ്കല്പം ഒരു 27 വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന കാര്യം നമ്മൾ ആലോചിക്കണം.
ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എസ് ജ്യോതി അതുപോലെ തന്നെ വി നാരായണൻ തുടങ്ങിയ നഗരസഭയുടെ ഭരണാധികാരികൾക്ക് ആ കാലഘട്ടത്തിലെ കൗൺസിലിന് ഉണ്ടായിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വന്ന ആളുകൾക്ക് സാധിക്കാതെ പോയി. അതിന് പല കാരണങ്ങളുണ്ടാവും. എന്ത് കാരണങ്ങളുണ്ടായാലും അതിനൊക്കെ തട്ടി മാറ്റിയിട്ട് ഇത് വേഗത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ പോയത് നമ്മുടെ വലിയൊരു പരാജയമാണ്. അതിന് ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട്. നമ്മളുടെ പ്രതികരണശേഷി ആ അർത്ഥത്തിൽ ഉയർന്നു വന്നില്ല. മാധ്യമങ്ങൾക്കുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ 2 വൻകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കാരണം ഒന്ന്, നമ്മുടെ ഇപ്പോഴും പണി പൂർത്തിയാവാതെ അത് നടക്കുമോ എന്ന് പോലും അറിയാത്ത സ്റ്റേഡിയം എന്ന് പറയുന്ന വലിയൊരു സംവിധാനത്തിന് സ്ഥലം അക്വയർ ചെയ്തത് ഇതേ നഗരസഭ നേതൃത്വമാണ്. അവർ തന്നെയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിന് ആദ്യം സ്ഥലം ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കാനും വേണ്ടി തയ്യാറായിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ദീർഘവീക്ഷണം ഉള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദീർഘവീക്ഷണത്തോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വന്നവർക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് അങ്ങനെയുള്ള ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ, ഈ പ്രവൃത്തി വേഗത്തിലാക്കാൻ ആവശ്യമായ ചടുലമായ ഒരു മുൻകൈ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും പിന്നീട് വന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഏതായാലും പയ്യന്നൂരിന് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ആ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന പഴയ സങ്കല്പത്തിന് പകരം പുതിയ ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് ഈ പ്രദേശത്തെ മാറ്റുകയും, ഈ പ്രദേശം ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ വലിയ വൻകിടക്കാർ ഇവിടെയൊക്കെ, റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ബസ് സ്റ്റാൻഡ് വരുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇവിടെ സ്ഥലങ്ങൾ അവർ എടുത്തിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ പല ഇതിന്റെ നിർമ്മാണത്തോടൊപ്പം ഇവിടെ പല നിർമ്മാണ പ്രവർത്തികളും ഈ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് വലിയൊരു വികസനം ഇവിടെ ഉണ്ടാകും എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സമീപിച്ച് അവർ പറയുകയാണെങ്കിൽ അതൊക്കെ ശേഖരിച്ചിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും. പ്രേക്ഷകർക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്താണ് എന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. നാളെ ഇവിടെ ഇതിന്റെ ഒരു പ്രവൃത്തിയുടെ ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടി പച്ചവെളിച്ചം ശ്രമിക്കും എന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പയ്യന്നൂരിന്റെ സമഗ്രമായ പുരോഗതിക്ക്, നാട്ടുകാരുടെ ക്ഷേമത്തിന് ഉതകുന്ന രീതിയിൽ ഇത് വളർന്നു വരട്ടെ. പയ്യന്നൂരിലെ കച്ചവടവും അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകട്ടെ. പയ്യന്നൂര് വലിയ രീതിയിൽ മാറട്ടെ. അതിനെല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും എല്ലാ വിഭവങ്ങളുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പയ്യന്നൂര്. പയ്യന്നൂരിന്റെ സാധ്യതകളെ, അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനത്തിന്റെ ഗുണങ്ങളെ, ഇവിടുത്തെ നാടിന്റെ നന്മകളെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഭരണ നേതൃത്വത്തിനും പലപ്പോഴും കഴിയാതെ പോയി എന്ന ഒരു വിമർശനമാണ് ഈ പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. എന്തായാലും ഈ പദ്ധതി നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച്, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഈ പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ട് നാടിന്റെ മുതൽക്കൂട്ടായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.